അടുത്ത ആഴ്ച തുടങ്ങുന്ന കലാമേളയ്ക്ക് പേര് കൊടുത്തുവോ? പിന്നല്ലാതെ ഞാൻ 10 ഐറ്റത്തിനും പേര് കൊടുത്തു. അതിനാകെ 10 ഐറ്റല്ലേ ഉള്ളൂ. നീ ആള് കൊള്ളാലോ. കഴിഞ്ഞ കൊല്ലം 10 ഐറ്റത്തിനും ഞാനായിരുന്നു ഫസ്റ്റ്. എല്ലാറ്റിനും നന്ദി എന്റെ കുഞ്ഞമ്മാവനോടാ. കുഞ്ഞമ്മാവനോടോ? ഓ, പുള്ളിയായിരിക്കും നിന്റെ ഗുരു. ഗുരു അല്ലടാ, പുള്ളി പിന്നെ പുള്ളിയായിരുന്നു ജഡ്ജ്. അമ്പടി, അതായിരുന്നല്ലേ സീക്രട്ട്. ദി സീക്രട്ട് ഓഫ് മൈ എനർജി ഈസ് മൈ കുഞ്ഞമ്മാമൻ. അത് പോട്ടെ, നീ ഇത്തവണ ഏതെങ്കിലും ഐറ്റത്തിന് പേര് കൊടുക്കുന്നുണ്ടോ? നിന്റെ കുഞ്ഞമ്മാവനല്ലേ ജഡ്ജ്, പിന്നെന്തിനാ ഞാൻ മത്സരിക്കുന്നേ? പുള്ളി സ്ഥലം മാറിപ്പോയടാ, അതപ്പൊ പ്രശ്നമായത്. നമുക്കൊരുമിച്ചൊരു നാടകം തട്ടിക്കൂട്ടിയാലോ? ഞാൻ എഴുതിയൊരു നാടകമുണ്ട്, മാൻകുട്ടിക്കൊരു പാവാട. അടിപൊളിയാ. ശരി, സമ്മതിച്ചു. നാളെ നിന്റെ വീട്ടില് റിഹേഴ്സൽ നടത്താം. അതെന്താ നിന്റെ വീട്ടിൽ നടത്തിയാല്? ഒരു കലാവിരോധിയുണ്ട്, കല എന്ന് കേട്ടാ വാളെടുക്കും. ഭാഗ്യം നിന്റെ അമ്മയുടെ പേര് കല എന്നല്ലാത്തത്. നിന്റെ അച്ഛൻ വാളെടുക്കുവോ? വാള് വെക്കും. വരുമ്പോഴേ രാത്രി പാതിരിയാവും. നമുക്ക് റിഹേഴ്സൽ സുഖമായിട്ട് നടത്താം. എടാ ടിൻഡു, എങ്ങോട്ട് പോന്നു? ഡുണ്ടുവിന്റെ വീട്ടിലേക്കാ. നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പുണ്ട്. അവന്റെ ഒരു ക്യാമ്പ്. പുറത്തിറങ്ങിയാ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഒടിക്കും. എന്റെ അച്ഛാ, ഇങ്ങനെ കലാവിരോധി ആവല്ലേ. ഞാൻ എന്തായാലും പോവും. നീ പോവില്ല. ഞാൻ പോവും. എന്തു പറഞ്ഞാലും അനുസരണയില്ലാത്തവൻ. നിനക്ക് ചോറ് തരുന്നതിനേക്കാൾ നല്ലത് ഇവിടുത്തെ പട്ടിക്ക് കൊടുക്കുന്നതാ. സ്നേഹത്തോടെ വാലാട്ടുകയെങ്കിലും ചെയ്യും. ചാ, ഇനി മുതൽ അച്ഛൻ ഇതാലോചിച്ച് വിഷമിക്കുകയേ വേണ്ട. നീ അച്ഛൻ പറയുന്നത് കേൾക്കാൻ തീരുമാനിച്ചു അല്ലേ? ഏയ്, അതൊന്നല്ല. ഞാൻ ആ പട്ടിയുടെ വാല് മുറിച്ചു കളയാൻ തീരുമാനിച്ചു. ഇനി അതിന്റെ പ്രശ്നം വേണ്ട.